മനുഷ്യജീവന ഭീഷണിയാകുന്ന അപകടകാരികളായ നായ്ക്കളെ കൊലപ്പെടുത്താൻ സുപ്രീം കോടതി അനുമതി ആദ്യം തന്നെ നടപ്പിലാക്കുന്ന പഞ്ചായത്തായി മൂന്നാർ പഞ്ചായത്ത് മാറുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. മുൻപ് വിനോദസഞ്ചാരികൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ നിരവധി പേർക്ക് തെരുവുനായുടെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ നിരവധി വിമർശനങ്ങൾ പഞ്ചായത്തിന് കേൾക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സുപ്രീം കോടതി വിധി ഏറെ ആശ്വാസം നൽകുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു. മൂന്നാർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ടൗൺ, നല്ലതണ്ണി റോഡ്, പഴയ മൂന്നാർ, പെരിയവാര സ്റ്റാൻഡ്, മൂന്നാർ ന്യൂ നഗർ, ഇക്കാനഗർ, ദേവികുളം തുടങ്ങിയ മേഖലകളിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. മുൻപ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് നായയുടെ കടിയേറ്റിരുന്നു. 2 മാസം മുമ്പ് സ്കൂൾ കുട്ടികൾക്ക് നേരെയും തെരുവുനായയുടെ ആക്രമണമുണ്ടായി. കുട്ടികൾ നടന്നു പോകുന്ന വഴികളിലും ടൗണിലും കൂട്ടമായി അലിഞ്ഞു തിരിയുന്ന നായ്ക്കളെ നിയന്ത്രിക്കാൻ അധികൃതർ കൃത്യമായി നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സുപ്രീം കോടതി വിധി ഏറെ ആശ്വാസം നൽകുന്നതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു. ഈ വിധി പൊതുജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് സ്വാഗതം ചെയ്യാവുന്ന വിധിയാണ്. എന്നാലും വിധി പൂർണ്ണമായി വന്ന് പഠിച്ചതിന് ശേഷം മനുഷ്യർക്ക് ഭീഷണി ഉയർത്തുന്ന തെരുവ് നായ്ക്കൾ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏത് തരത്തിൽ മാറ്റി നിർത്താം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തി കൊല്ലേണ്ടി വന്നാൽ കൊല്ലുന്നതിനുള്ള എല്ലാവിധത്തിലുള്ള നടപടിയും മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. അപകടകാരികളായ നായ്ക്കളെ കൊലപ്പെടുത്താൻ സുപ്രീം കോടതി അനുമതി ആദ്യം തന്നെ നടപ്പിലാക്കുന്ന പഞ്ചായത്തായി മൂന്നാർ മാറുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.